Good morning, dear children. Welcome to science class. Okay, today we are going to learn about the chapter Our Life Supports. Our life supports. Okay. Our life supports. That is, you all know we feel air everywhere. Okay. എല്ലാ സ്ഥലത്തും എയർ ഉണ്ടെന്ന് നമുക്കറിയാം ഇല്ലേ എയർ അറൗണ്ട് us air around us. Okay. The thick blanket of air that surrounds our planet is called the atmosphere. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അന്തരീക്ഷം എന്ന്, അതായത് അറ്റ്മോസ്ഫിയർ എന്ന്. എന്താ അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? That is the thick blanket of air that surrounds our planet. പ്ലാനറ്റിന് ചുറ്റും, അതായത് നമ്മുടെ എർത്തിന് ചുറ്റും കാണപ്പെടുന്ന thick blanket of എയറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ആ അറ്റ്മോസ്ഫിയർ എങ്ങനെയാ എർത്തിന് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നത്? എങ്ങനെയാ? The atmosphere is held around the earth by its gravitational force. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മുഖേനയാണ് ഭൂമിക്ക് ചുറ്റും ഈ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദിസ് അറ്റ്മോസ്ഫിയർ പ്രിവെന്റ് ദ എർത്ത് ഫ്രം ബിക്കമിങ് ടു ഹോട്ട് ഓർ ടു കോൾഡ്. നന്നായിട്ട് തണുക്കുന്നതിൽ നിന്നും നന്നായിട്ട് ചൂടാകുന്നതിൽ നിന്നും നമ്മുടെ എർത്തിനെ പ്രിവെന്റ് ചെയ്യുന്നത് ആരാണ്? ഈ അറ്റ്മോസ്ഫിയർ ആണ് പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ പ്രിവെന്റ് ദ ഹാർംഫുൾ റേസ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നുള്ള ഹാർംഫുൾ റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നതും ഈ അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, the atmosphere is the thick blanket of air that surrounds our planet. Okay, air is needed for breathing. എയർ എന്തിനാ നമുക്ക് ആവശ്യം? നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എയർ ഉപയോഗിച്ചിട്ടല്ലേ, അല്ലേ? The fresh air we breathe is called inhaled or inspired air. അതായത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ചെയ്യാറില്ലേ? ബ്രീത്ത് ഇൻ, ആ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ആ ഫ്രഷ് എയറിനെ പറയുന്ന പേരാണ് ഇൻഹേൽഡ് ഓർ ഇൻസ്പയർഡ് എയർ എന്ന്. ഓക്കെ, the air we breathe out is called exhaled or expired air. നമ്മൾ പുറത്തേക്ക് വിടുന്ന നിശ്വാസവായു എന്ന് പറയും, അതിനെയാണ് എക്സേൽഡ് ഓർ എക്സ്പയർഡ് എയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഹേൽഡ് ഓർ എക്സേൽഡ് എയർ. ഓക്കെ, നെക്സ്റ്റ്, air is needed for burning. Air is needed for burning. കത്താൻ എയർ ആവശ്യമാണ്. ആണോ? തീ കത്താൻ എയർ ആവശ്യമാണോ? Here you can see a picture. That's an experiment. Fix 3 candles on a table and light them. Cover the second jar and the second and third candle with a glass jar. Okay. And the third jar, the third candle should be bigger than one over the second. What do you observe? Air is needed for dash. More air allows the candle to burn dash. ഇതാണ് എക്സ്പെരിമെന്റ്. അതായത് 3 ക്യാൻഡിൽ എടുക്കും, ആ ക്യാൻഡിലിന് നമ്മൾ എന്ത് ചെയ്യണം? ലൈറ്റ് ചെയ്യണം, കത്തിക്കണം. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ഒരു ഗ്ലാസ് ജാർ വെച്ചിട്ട് കവർ ചെയ്യാം. ഈ തേർഡ് ക്യാൻഡിലിനെ കവർ ചെയ്തിരിക്കുന്ന ഗ്ലാസ് ജാർ കുറച്ചുകൂടി എന്തായിരിക്കണം? വലുതായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ഗ്ലാസ് ജാർ കൊണ്ട് കവർ ചെയ്യുമ്പോൾ ക്യാൻഡിലിന് എന്ത് സംഭവിക്കും? ക്യാൻഡിൽ അണഞ്ഞു പോകും, അല്ലെ? ഏത് ക്യാൻഡിലാ ഫസ്റ്റ് അണയുക? സെക്കൻഡ് ക്യാൻഡിലാ. എന്തുകൊണ്ടാ? സെക്കൻഡ് ക്യാൻഡിലിനെ കവർ ചെയ്തിരിക്കുന്ന ഗ്ലാസ് ജാർ തേർഡ് ക്യാൻഡിലിനെ കവർ ചെയ്തിരിക്കുന്ന ഗ്ലാസ് ജാറിനെക്കാട്ടി ചെറുതാണ്, അല്ലെ? തേർഡ് ക്യാൻഡിലിനെ കവർ ചെയ്തിരിക്കുന്ന ഗ്ലാസ് ജാർ വലുതായത് കാരണം അതിൽ കൂടുതൽ എയർ ഉണ്ട്. അത്രയും സമയം ആ ക്യാൻഡിൽ കത്തും. ഓക്കെ, സോ എയർ ഈസ് നീഡഡ് ഫോർ ബേണിംഗ് and more air allows the candle to burn more time. Okay, this is the experiment. Moving air can support parachute, gliders and kites. നിങ്ങൾക്കറിയാം, നമ്മൾ പട്ടം പറപ്പിക്കുന്ന എന്തിലൂടെയാ? എയറിൽ കൂടെയല്ലേ? അതേപോലെ പാരച്യൂട്ട്സും ഗ്ലൈഡേഴ്സും ഒക്കെ ഇതിലാ എയറിലൂടെയാണ് പോകുന്നത്. Air is used to inflate footballs and tubes of vehicles.
അറിയാലോ നിങ്ങൾക്ക്, ഫുട്ബോളും അതുപോലെ വെഹിക്കിൾസിന്റെ ട്യൂബ്സ് ഒക്കെ കാറ്റ് നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാറ്റല്ലേ അതിൽ നിറയ്ക്കുന്നത്. ഇൻഫ്ലേറ്റ് ഫുട്ബോൾസിലൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? എയർ ആണ് ഉപയോഗിക്കുന്നത്. It can also push sailboats in the blades of a windmill to draw water or generate electricity. അതായത് സെയിൽ ബോട്ട്സ്, പായക്കപ്പൽ കണ്ടിട്ടില്ലേ? ആ പായക്കപ്പലിലൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എയർ അത്യാവശ്യമാണ്. അതേപോലെ വിൻമില്ലിന്റെ ബ്ലേഡ്സ് ഒക്കെ കറങ്ങാനും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും, വിൻമില്ല് എന്താണ്, കാറ്റാടിയന്ത്രം ഉണ്ടാവില്ലേ, അത് കറങ്ങിയിട്ട് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കുന്നില്ലേ? അപ്പൊ ഈ ബ്ലേഡ്സ് കറങ്ങാനും എന്താവശ്യമാണ്? എയർ ആവശ്യമാണ്. So air is needed for breathing and burning. Okay. Next, we have to look at the layers of atmosphere. Atmosphere and the layers. 5 layers are described here. There are 5 layers. First one is troposphere. Troposphere, stratosphere, mesosphere, thermosphere and exosphere. These are the 5 layers. Troposphere, stratosphere, mesosphere, thermosphere and exosphere. First layer is the troposphere. Okay, first layer is the troposphere. The first layer above the earth surface. Changes in the weather occur in this layer. ഈ ലെയറിലാണ് കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിൽ അതാണ് ഫസ്റ്റ് ലെയർ. Next is stratosphere. That's the second layer. Second layer, stratosphere. Jet aircraft generally fly in this layer. ഈ ലെയറിലാണ് നമ്മുടെ ജെറ്റ് എയർക്രാഫ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഫ്ലൈ ചെയ്യുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിലൂടെയാണ്. ഓക്കെ. ഓസോൺ ഗ്യാസ് is present in this layer. ഓസോൺ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓസോൺ പാളി എന്ന്. ആ ഓസോൺ ലെയർ പ്രസന്റ് ചെയ്യുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. This ozone absorbs harmful ultraviolet rays of the sun. സണ്ണിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് ഈ ഓസോൺ ലെയർ ആണ്. Okay, so we have to protect our ozone layer. Next is mesosphere. Next layer is, third layer is mesosphere. Okay, it's the third layer. Meteors are the small rocks moving about in space, burn out in this layer and therefore do not reach the surface of the earth. അതായത് ഇത് മൂന്നാമത്തെ ലെയർ ആണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഉൽക്കയെന്ന്? അതെന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ റോക്സ് ആണ്. അത് ഈ ലെയറിലൂടെയാണ് പോകുന്നത്. ആ ലെയറിൽ വെച്ച് തന്നെ അതെന്ത് ചെയ്യും? കത്തി നശിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ സർഫേസിലേക്ക് അത് പിന്നെ എൻ്റർ ചെയ്യില്ല. മിസോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിൽ വെച്ചിട്ടാണ് മെറ്റീരിയൽസ് ഒക്കെ എന്തായി പോകുന്നത്? കത്തിപ്പോകുന്നത്, ബേൺ ഔട്ട് ചെയ്യുന്നത് ആ ലെയറിൽ വെച്ചിട്ടാണ്. Fourth layer is thermosphere. That is the fourth layer. Space shuttles move about in this layer. Space shuttles ഒക്കെ തെർമോസ്ഫിയറിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. തെർമോസ്ഫിയറിലൂടെയാണ് സ്പേസ് ഷട്ടിൽസ് മൂവ് ചെയ്യുന്നത്. Last layer is exosphere. Exosphere is the fifth layer. Exosphere is the fifth layer. So troposphere, stratosphere, mesosphere, thermosphere and exosphere. Then composition of air. എന്തൊക്കെ കൊണ്ടാണ് നമ്മുടെ എയർ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. Air is a mixture of various gases. Several gases are present in the air. They are 78% of nitrogen, 21% of oxygen and less than 1% argon, carbon dioxide and other gases. എയറിൽ എന്തൊക്കെ ഉണ്ടാവും? 78% നൈട്രജനും 21% ഓക്സിജനും 1% കുറവ് ആർഗണും ഉണ്ടാവും. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് ഗ്യാസസും എയറിലും ഉണ്ടാവും. ഫസ്റ്റ് വൺ ഈസ് ഓക്സിജൻ. ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗ്യാസ് ഫോർ ദ സർവൈവൽ ഓഫ് ലിവിംഗ് ബീയിങ്. നിങ്ങൾക്കറിയാലോ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവന് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ്. Oxygen is needed for breathing and also for burning. Breathing and burning. Okay. Next is nitrogen. Nitrogen. Living beings do not use nitrogen directly. Plants get this nitrogen with the help of bacteria in the soil. Nitrogen is also added to the soil by using chemical fertilizers. Animals get nitrogen from plants, meat and fish. അതായത് നൈട്രജൻ നമ്മൾ ഓക്സിജൻ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് എയറിൽ നിന്ന് യൂസ് ചെയ്യുന്നില്ല. പ്ലാന്റ്സിന് എങ്ങനെയാണ് നൈട്രജൻ കിട്ടുന്നത്? അവരുടെ റൂട്ട് നോഡ്യൂൾസിലൊക്കെ കുറേ ബാക്ടീരിയസ് കാണും.
അസെറ്റോബാക്ടർ, ക്ലോസ്ട്രീഡിയ എന്നൊക്കെ പറയുന്ന കുറെ ബാക്ടീരിയസ് ഉണ്ട്. അതിന്റെ ആക്ഷനിലൂടെയാണ് പ്ലാന്റ്സിന് നൈട്രജൻ കിട്ടുന്നത്. കൂടാതെ നൈട്രജൻ നമ്മൾ മണ്ണിൽ എങ്ങനെയാ ആഡ് ചെയ്യുന്നത്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ മണ്ണിന് എന്ത് കിട്ടും? നൈട്രജൻ കിട്ടും. ആനിമൽസിന് നൈട്രജൻ എങ്ങനെയാ കിട്ടുന്നത്? പ്ലാന്റ്സിലൂടെയും മീറ്റിലൂടെയും ഫിഷിലൂടെയാണ് ആനിമൽസിന് നൈട്രജൻ കിട്ടുന്നത്. Okay, then carbon dioxide is an important gas for plants. For what? Plants are using carbon dioxide for photosynthesis. Okay, plants are using carbon dioxide for photosynthesis. Next other gases, that is argon, ozone, helium, neon, etc. are other gases present in the air. Argon, ozone, helium, neon, etc. Okay, the last part is water vapor. There is water vapor in the air in the form of, there is water in the air in the form of water vapor. Water vapor ന്റെ രൂപത്തിലാണ് എയറിൽ നമുക്ക് വാട്ടറിനെ കാണാൻ പറ്റുന്നത്. വാട്ടർ വേപ്പറിന്റെ രൂപത്തിൽ. Water vapor is formed because of the evaporation of water from seas, rivers and lakes. സീയിൽ നിന്നും റിവറിൽ നിന്നും ഇവാപറേഷൻ മുഖേന വാട്ടർ എന്തായി മാറും? വേപ്പർ ആയിട്ട് മാറും. അങ്ങനെയാണ് ഈ എയറിൽ water vapor form ചെയ്യുന്നത്. Okay, the amount of water vapor present in the air is called humidity. What is humidity? The amount of water vapor present in the air. എയറിൽ അടങ്ങിയിരിക്കുന്ന വാട്ടർ വേപ്പറിന്റെ അളവിനെ നമ്മൾ ഹ്യൂമിഡിറ്റി എന്നാണ് പറയുന്നത്. എന്താ പറയാ? ഹ്യൂമിഡിറ്റി. The amount of water vapor present in the air is called humidity. When there is more water vapor, we say that it is very humid. എയറിൽ കൂടുതൽ വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ആ എയറിന് എന്ത് പറയും? മോർ ഹ്യൂമിഡ് ആണെന്ന് പറയും. ഹ്യൂമിഡിറ്റി കൂടുതലാണെന്ന് പറയും. ഓക്കെ, സോ humidity is the amount of water vapor present in the air. Okay, so what we studied in this class, we discussed about the layers of atmosphere and the gases present in the atmosphere. Okay, in the air. Okay, study this, dear children, very well. The remaining part we will discuss in the next class. Okay, bye.